അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ സമ്പത്തിലൊക്കെ വർധനവ് നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാനൊരു മഹത്തായ അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഒരു രൂപ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ മാസമാണ്, ഒരുപാട് കൂലി അല്ലാഹു നൽകുന്നതാണ്. വെറും ഒരു രൂപ മതി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടിയുള്ളത് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരാൻ ഒരു കാരണമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, സദഖകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളത് ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരിശുദ്ധ റമദാൻ മാസത്തിൽ ചെയ്യുന്നതാണ്. ആരും പറഞ്ഞു പോകില്ലേ, ഇപ്പൊ ഒരു കോടീശ്വരന് 1,00,000 രൂപ ചെയ്യുന്നതും തീരെ പൈസ ഇല്ലാത്ത ആള് 1 രൂപ നൽകുന്നതും അത് രണ്ടും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ്. കാരണം സമ്പത്തില്ലാഞ്ഞിട്ടും അവന്റെ കയ്യിലുള്ളത് സദഖ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു കാരയ്ക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷണം നേടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചിലര് വിചാരിക്കും നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലേ ദാനധർമ്മം ചെയ്യാൻ പറ്റൂ എന്ന്. അങ്ങനെയല്ല, തൊക്കിലൊത്തുന്നതേ നമ്മളെ കൊണ്ട് കൊത്താൻ കഴിയൂ മുഅ്മിനീങ്ങളെ. അപ്പോൾ നാം മനസ്സിലാക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദാനധർമ്മത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദമിന്റെ മക്കളെ, നിങ്ങൾ നല്ല കാര്യത്തിന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളെ സമ്പത്ത് നല്ല കാര്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. എന്റെ അടുത്തുള്ള തീയിലോ വെള്ളത്തിലോ നശിച്ചു പോവുകയില്ല. അതുപോലെ തന്നെ ഒരു കള്ളനോ ഒരു പിടിച്ചുപറിക്കാരനോ അത് കൊണ്ടുപോവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നല്ല കാര്യങ്ങൾക്ക് സദഖ ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും നല്ല കാര്യങ്ങൾക്ക് സദഖ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. ശ്രദ്ധിക്കണേ, നിങ്ങൾ ആരെങ്കിലും നല്ല കാര്യങ്ങൾക്ക് സദഖ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി. ഇത് വേറെ വാക്കല്ല, നമ്മുടെ നേതാവ് പഠിപ്പിച്ചു തന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധിയുള്ള ജീവിതം അല്ലാഹു നൽകുന്നതാണ്. പരിശുദ്ധ റമദാൻ എന്തെങ്കിലും ഒന്ന് സദഖ ചെയ്യാതെ കടന്നു പോകല്ലേ മുഅ്മിനീങ്ങളെ. അതിലൂടെ അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്, ആയുസ് നൽകുന്നതാണ്, സമ്പത്ത് നൽകുന്നതാണ്, വിഷമങ്ങളും ടെൻഷനുകളും അല്ലാഹു മാറ്റുന്നതാണ്. സന്തോഷകരമായ ഒരു ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുള്ള സമ്പത്ത് നശിക്കാൻ ഒരു നിമിഷം മതി, ഇല്ലേ? എത്ര കോടീശ്വരനാണെങ്കിലും ശരി തന്നെ, എത്രയോ രോഗങ്ങൾ ലോകത്തോട്ട്, അതിലൊരു രോഗം നമുക്ക് അല്ലാഹു തന്നാൽ അതിൽ നിന്നെല്ലാം നമ്മുടെ സമ്പത്ത് മുഴുവനും നശിച്ചു പോവുകയാണ്, സമാധാനമില്ലാതാവുകയാണ്. എത്രയോ ഭവനങ്ങൾ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിഷമത്തോടെ അവർ പറയുന്നു, ഉസ്താദേ സുഭിക്ഷമായ ഭക്ഷണം മുന്നിലുണ്ട്, പക്ഷേ കഴിക്കാൻ കഴിയുന്നില്ല. അല്ലാഹ് റബ്ബേ, അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് 1 രൂപയാണെങ്കിലും അത് എടുത്ത് നല്ലതുപോലെ നിയ്യത്ത് വെച്ച് നിങ്ങൾ സദഖ ചെയ്യുക. നല്ലതുപോലെ നിയ്യത്ത് വെച്ച് സദഖ ചെയ്യുക. നിയ്യത്ത് ഇങ്ങനെ കരുതുക, പടച്ചവനെ എന്റെ സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ലാഹ്. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ റഹ്മാനായ റബ്ബേ, എനിക്ക് നീ സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. അങ്ങനെ നീ എനിക്ക് സമ്പത്ത് നൽകിയാൽ ഞാൻ സാധുക്കളും അനാഥകളും പാവപ്പെട്ടവരും സമൂഹത്തിൽ എല്ലാവരെയും ഞാൻ സഹായിക്കാം അല്ലാഹ് എന്ന നിയ്യത്തോട് നിങ്ങൾ സദഖ ചെയ്ത് നോക്ക്. നിങ്ങളെ കയ്യിലുള്ളത് തൊക്കിലൊതുങ്ങുന്നതേ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റുന്നത്, കുറഞ്ഞത് എത്രയെങ്കിലും നിങ്ങൾ കുറഞ്ഞതിന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, നിങ്ങളെ കഴിവിനനുസരിച്ച് ഒരു ദിവസം 1 രൂപയെങ്കിലും നിങ്ങളെ കയ്യിൽ ദാനധർമ്മമായി പോയിരിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ദാനധർമ്മത്തിന് വലിയ മഹത്വമുണ്ട്. പടച്ചവനെ, ഞങ്ങളെ മജ്‌ലിസുകളിലൊക്കെ നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്.
ഖൈറുകൾ നൽകണേ അല്ലാ. പടച്ചവനെ, ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്ത് റബ്ബേ അത് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാ. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട മോമിനികളെ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. ഒരു കാർമേഘത്തിനോട് പറയുകയാണ്, ഇന്ന തോട്ടത്തിൽ പോയി നിങ്ങൾ മഴ പെയ്യുക എന്ന്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, അങ്ങനെ ആ മനുഷ്യൻ ആ കാർമേഘത്തിന്റെ പിറകെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തോട്ടത്തിന്റെ അടുത്തെത്തിയ ആ കാർമേഘം മഴ വർഷിക്കുകയാണ്. അതിങ്ങനെ മഴ നല്ലവണ്ണം പെയ്യുകയാണ് ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ. ആ കാർമേഘത്തിന് താഴെ, ആ മഴയ്ക്ക് താഴെ ഒരു മനുഷ്യൻ നിന്ന് വെള്ളം ഇങ്ങനെ തെളിച്ചു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അപ്പോൾ ആ തെളിച്ചു വിട്ട മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇന്നയാളാണ്, ഇന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്കാണ് ഈ കാർമേഘം വന്നതെന്ന്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട്, നിങ്ങളുടെ തോട്ടത്തിൽ മാത്രം മഴ പെയ്യാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് അല്ലാഹു തരുന്ന സമ്പത്തിൽ നിന്ന് 4 ഭാഗിച്ചിട്ട് 3 ഭാഗം ഞാൻ എടുത്തിട്ട് ഒരു ഭാഗം ഞാൻ സാധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ ആരൊക്കെയുണ്ടോ സാധുക്കളുണ്ടോ അവരെ തിരക്കി ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ കൃഷിക്ക് ഒരൽപ്പം പോലും അല്ലാഹു മുടക്കം തന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ലോകമടക്കി സൃഷ്ടിച്ച് ഭരിക്കുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ഉണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അല്ലാഹു നമ്മളോടൊപ്പമാണ്. എത്രയോ കോടിക്കണക്കിന് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല മുഅ്മിനീങ്ങളെ. ഹൃദയം ഒന്ന് നിലച്ചു പോയാൽ അത് മുഴുവനും മറ്റവകാശികളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ഇത് വെറുതെ പറഞ്ഞ ചരിത്രമല്ല, ഇത് കഥയല്ല, ഒരു ചരിത്രമാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സദഖ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കുറവ് വരികയില്ലെന്ന് കളവ് പറയാത്ത നേതാവ് നബിയനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ സഹാബ സദഖ ചെയ്തിട്ട് നിങ്ങൾ ദുആ ചെയ്യൂ. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. നബിയനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ദാനധർമ്മം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ദാനധർമ്മം ചെയ്തിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാണ്. ദാനധർമ്മം എന്നത് വിശ്വാസികളുടെ ഒരു ആയുധമാണ്. അത് അല്ലാഹുവിന്റെ കോപത്തെ ശമിപ്പിക്കുന്നതാണ്. ഒരു ദിവസം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പൊന്നാര നബിയേ, അബ്ദുല്ലാഹി ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നാളെ യാത്ര പോവുകയാണ്. ആ യാത്രയിൽ അങ്ങ് അദ്ദേഹം മരണപ്പെട്ടു പോകും. യാ റസൂലല്ലാഹ്, നബി, അദ്ദേഹം മരിച്ചു പോകും. ഇനി അദ്ദേഹം തിരിച്ചു മടങ്ങി വരികയില്ല. തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ മയ്യത്താണ്. യാ റസൂലല്ലാഹ്, അതുകൊണ്ട് പോകുമ്പോൾ പരസ്പരം പൊരുത്തപ്പെടിച്ച് നല്ലവണ്ണം യാത്ര ചെയ്ത് സഹോദരങ്ങളോടൊക്കെ പൊരുത്തം ചോദിച്ചു പറഞ്ഞു പോകാൻ പറയണം നബിയെ. ചുരുക്കി പറഞ്ഞാൽ വിശാലമായ ചരിത്രം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് സഹാബാക്കൾ അഭിമുഖീകരിക്കുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ സ്നേഹത്തോടെ മുസാഫഹത്ത് ചെയ്ത് യാത്രയ്ക്കുകയാണ്. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
ഞങ്ങളോടൊന്നും പറയാത്ത യാത്ര എന്താണ് നബി അദ്ദേഹത്തിന് നൽകുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന്. അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹാബാക്കളും ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അവർ വളരെ ക്ഷീണിതരായി, ശരീരങ്ങളൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. അവരങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അല്പം ഭക്ഷണം തയ്യാറാക്കി തരുമോ? അതിന്റെ കൂലി ഞങ്ങൾ തരുന്നതാണ്, ഞങ്ങൾ ക്ഷീണിച്ചു പോയി. ആ സമയത്ത് ആ ഉമ്മ ചുരുക്കി പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കി കൊണ്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നല്ല മനോഹരമായ ഭക്ഷണം കൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൊണ്ടുവച്ചപ്പോൾ മഹാനവറുകൾക്ക് മനസ്സിലായി, ഈ വീട്ടിൽ ഈ ഉമ്മ ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുകയില്ല, വേറെ ആരൊക്കെയോ ഈ വീട്ടിലുണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉമ്മ നിങ്ങളോടൊപ്പം വേറെ ആൾക്കാർ ഈ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, രണ്ട് അനാഥ പെൺകുഞ്ഞുങ്ങളുണ്ട്, വാപ്പ മരണപ്പെട്ടു പോയ 2 അനാഥ മക്കളുണ്ട്. ഇവരെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഒരുപാട് വാതിലുകൾ ഞാൻ മുട്ടി, പക്ഷേ ഒറ്റ വാതിലുകളും തുറക്കപ്പെടുന്നില്ല. അങ്ങനെ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾക്ക് ഈ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ടല്ലോ ഞങ്ങളുടെ വിവാഹം നടത്തിയാലോ എന്ന് സംസാരത്തോടു കൂടി അവർ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. മഹാനവറുകൾ ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായ സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾ ആരാണ് ഈ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ചുണക്കുട്ടികളായ എന്റെ സഹാബാക്കൾ കടന്നു വന്നിട്ട് അവിടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ 2 അനാഥ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുകയാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് പിടിക്കാനായിട്ട് വരികയാണ്. ആ സമയത്താണ് ഈ ദാനധർമ്മം നടക്കുന്നത്. മഹാനവറുകൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ച് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വരുമ്പോൾ നബി തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. വഇലാ ഹദറത്തി റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഇദാ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തത് കൊണ്ട് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു. യാ റസൂലല്ലാഹ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ കയ്യിലുള്ളത് എത്രയാണോ നിങ്ങളത് ദാനധർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ സദഖത്തു തംനഉ 70 നൗഅൻ മിനൽ അൻവാഇൽ ബലാ. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒന്ന് സദഖ ചെയ്യണം. ദാനധർമ്മം 70ഓളം വിപത്തുകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ആ 70ഓളം വിപത്തുകളെ തട്ടാൻ ലോകത്ത് ഒരേ ഒരു പരിചയം നമ്മളെ കയ്യിലുള്ള സദഖ. അതുകൊണ്ട് സദഖകൾ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സദഖ ചെയ്യണം. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ ചെറുതും വലുതുമെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു എനിക്ക് തരും എന്നുള്ള രീതിയിൽ നിങ്ങൾ ദാനധർമ്മം ചെയ്ത് നോക്ക്. ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാൻ മാസം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ സദഖ ചെയ്യുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ
നിങ്ങൾ ആരെങ്കിലും ഭക്ഷിപ്പിക്കുക, ഒരു കാര്യം കഷ്ണമായിരുന്നാലും നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നോക്കൂ മുഅ്മിനീങ്ങളെ, മുത്തനബി തങ്ങളുടെ കാലഘട്ടത്തിൽ മരണം എഴുതപ്പെട്ടപ്പോൾ ആ മരണം തന്നെ ദാനധർമ്മം കൊണ്ട് അല്ലാഹു മാറ്റി എന്നുള്ളതാണ്. നോക്കൂ സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم ارحمنا يا أرحم الراحمين. പടച്ചവനെ, പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഇതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയി പടച്ചവനെ. അല്ലാഹുവേ, ഇതിന്റെ മിഥില സവാബ് നീ അവരെ ഖബറിൽ എത്തിക്കണേ റബ്ബേ. ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടമുള്ളവരുടെ കടം വീട്ടണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. കച്ചവടക്കാരുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്ക് എല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്, സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും എല്ലാത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് റബ്ബേ. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. لا اله الا الله، استغفر الله واسالك الجنه ونعوذ بك من النار. اللهم ارحمنا يا ارحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.